ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി പോയിന്റ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നദികളെ കുറിച്ചാണ്. നദികളുടെ കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സ് കൂടെയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും വീഡിയോസ് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കാണാം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി. കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി ചന്ദ്രഗിരി പുഴ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. കേരളത്തിലെ മഞ്ഞ നദിയാണ് കുറ്റ്യാടിപ്പുഴ. കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി. കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദിയാണ് മീനച്ചിലാർ. അടുത്തത് അരുന്ധതി റോയിയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നദി. അരുന്ധതി റോയിയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നദിയാണ് മീനച്ചിലാർ. അടുത്തത് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി അഞ്ചരക്കണ്ടിപ്പുഴ. അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം പുഴ. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരി പുഴ. മൗര്യ സാമ്രാജ്യ സ്ഥാപകനാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരി പുഴ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ എന്നുള്ളത്. അടുത്ത് മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ. മൂന്നാറിൽ സംഗമിക്കുന്ന നദികളാണ് മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. അടുത്തത് കല്ലായിപ്പുഴ ഒഴുകുന്ന ജില്ല. കല്ലായിപ്പുഴ ഒഴുകുന്നത് കോഴിക്കോട് ജില്ലയിലൂടെയാണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചാലിപ്പുഴ. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചാലിപ്പുഴ. പരവൂർ കായലിൽ പതിക്കുന്ന നദി ഇത്തിക്കരപ്പുഴ. അടുത്തത് കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലോട്ട് ഒഴുകുന്ന പ്രമുഖ നദിയാണ് വളപട്ടണം. കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രമുഖ നദിയാണ് വളപട്ടണം പുഴ. അപ്പോൾ നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിലെ നദികളിൽ പറയാത്ത കുറച്ച് കാര്യങ്ങളായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാണ്, കാണാത്തവരാണെങ്കിൽ വീഡിയോസ് എല്ലാം കാണുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്